ശ്രീ രാജു പി നായർ, അൻവർ ഉന്നയിച്ച ആരോപണങ്ങളായിരിക്കുമോ നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് ചർച്ചയാവുക, നിങ്ങളുടെ ആയുധമാവുക? അതല്ല, നിങ്ങൾക്ക് വേറെ തന്നെ വഴിയുണ്ടോ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ? അജിത് സാർ, ഒരു കോയിൻസിഡൻസ് ഞാൻ പറഞ്ഞിട്ട് അദ്ദേഹം ഈ അൻവറിന് തെളിവുമില്ല വെളിവുമില്ല എന്ന് പറഞ്ഞ അതേ സമയത്ത് എനിക്കൊരു മെസ്സേജ് വന്നത് എന്ത് വെളിവില്ലായ്മയാണ് ഇയാൾ പറയുന്നതെന്നാണ്. ഒരു കോയിൻസിഡൻസ് ആയിരിക്കും, അതുകൊണ്ടാണ് ഞാൻ ചിരിച്ചത്. അപ്പോൾ അനിൽകുമാർ പറയുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ അതിശയിക്കുകയായിരുന്നു. ഒരു മനുഷ്യൻ അല്ല, രാജു പി നായർ ആരും അയച്ച മെസ്സേജ് അല്ല, അതൊക്കെ ഇവിടെ ഉദ്ധരിക്കേണ്ട കാര്യം എന്നാണ്. ആരെ കുറിച്ചാ പറയുന്നത്? ആരെ കുറിച്ചാ പറയുന്നത്? രാജു പി നായർ ആരും അയച്ച മെസ്സേജ് അത് ഉദ്ധരിക്കേണ്ട കാര്യം എന്താണ്? എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. അല്ലല്ല, എനിക്കൊരു മെസ്സേജ് ഇപ്പൊ വന്നിട്ടുണ്ട്. ഞാൻ പറയാം, എനിക്കിപ്പോ ഒരു മെസ്സേജ് അദ്ദേഹം നിശ്ചയിക്കുന്ന മാനദണ്ഡം അദ്ദേഹം തന്നെ ആയിക്കോട്ടെ. അദ്ദേഹത്തിന് മറ്റൊരാളെ വെളിവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് ഒരാൾ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ. വാട്സപ്പില് എന്നോട് ഒരാളിപ്പോ വാട്സപ്പിൽ പറഞ്ഞു, അല്ലല്ല, ഇതൊന്നും ക്ലിയർ ചെയ്യാം. വാട്സപ്പിൽ ഒരു സന്ദേശം അയച്ചു. പറയട്ടെ. നിങ്ങൾക്ക് വാട്സപ്പില് വാട്സപ്പിൽ ഒരു സന്ദേശം അയച്ചു. ആ വാട്സപ്പിൽ അയച്ചു എന്ന് പറയുന്ന സന്ദേശം നിങ്ങളുടെ ഏതെങ്കിലും തരപ്പിടിക്കാർ പറയുന്നവർ നിങ്ങളുടെ സംസ്കാരമുള്ളവർ അയക്കുന്നതായിരിക്കും. നിങ്ങളുടെ സംസ്കാരമുള്ള ഒരാൾ നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇവിടെ വിളമ്പി, സംശയമൊന്നുമില്ല. എനിക്കൊരാൾ സംസ്കാരമായിരുന്നല്ലോ. ഒരു പക്ഷേ അൻവറിന് വെളിവില്ല എന്ന് പറഞ്ഞ അങ്ങയുടെ സംസ്കാരം ഒരാൾ പറഞ്ഞുകൊണ്ടായിരിക്കും. അത് വിടൂ, ഇവിടെ ഇല്ലാത്ത ആളെ പറ്റിയുള്ള ആ സംസാരം നിർത്തൂ. രാജു പി നായർ പോയിന്റിലേക്ക് വരും പ്ലീസ്. അത് വേണ്ട. രാജു പി നായർ പോയിന്റിലേക്ക് വാ. അങ്ങ് ഇത്രയും പറയല്ലേ, മറ്റൊരു മനുഷ്യന് വെളിവില്ല എന്ന് പറയുന്ന സംസ്കാര സമ്പന്നവും അങ്ങേക്ക് വെളിവില്ല എന്ന് മറ്റൊരു മനുഷ്യൻ സംസ്കാര ശൂന്യവും ആവില്ല. നിങ്ങൾ ഈ ആദ്യത്തെ ഘട്ടത്തിൽ പറഞ്ഞ ഇരട്ടത്താപ്പ് ഇക്കാര്യത്തിൽ നിങ്ങൾക്കുണ്ട്. നിങ്ങൾ ആദ്യത്തെ ഘട്ടത്തിൽ പറഞ്ഞ ഇരട്ടത്താപ്പ് അങ്ങേക്ക് ഇപ്പോഴും ഉണ്ട്. അങ്ങ് ഒരാളെ വെളിവില്ലാത്തവൻ വിളിക്കുന്നത് സംസ്കാര സമ്പന്നവും അങ്ങേ ഒരാൾ അങ്ങനെ വിളിക്കുന്നത് സംസ്കാര ശൂന്യം ആവില്ല. അത്രയും പറഞ്ഞാൽ മതി. പിന്നെ നോക്കൂ, അജിംസ് ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. നോക്കൂ, അൻവർ ഘടകമാണ്. നിലമ്പൂരെ സംബന്ധിച്ചോളം ഞങ്ങൾ വളരെ ആത്മവിശ്വാസത്തോടെ പറഞ്ഞൊരു അല്ലല്ല, അത് കഴിഞ്ഞു. അതൊരു നോൺ ഇഷ്യൂ ആണ്. നമ്മുടെ ചർച്ചയുടെ ഭാഗമേ അല്ലാത്ത കാര്യത്തെ കുറിച്ചാണ് നിങ്ങൾ പരസ്പരം തർക്കിച്ചുകൊണ്ടിരിക്കുന്നത്. അനിൽകുമാർ പ്ലീസ്, ഈ ടേൺ കഴിഞ്ഞിട്ട് അങ്ങേക്ക് വിശദീകരിക്കാം. അനിൽകുമാർ പ്ലീസ്, അനിൽകുമാർ ഒന്ന് പറയുന്നു പ്ലീസ്. രാജു പി നായർ നിങ്ങൾ പോയിന്റിലേക്ക് വാ പ്ലീസ്. രാജു പി നായർ നിങ്ങളുടെ പോയിന്റിലേക്ക് വാ. രാജു പി നായർ നിങ്ങൾ പോയിന്റിലേക്ക് വരും പ്ലീസ്. അതൊന്നും വേണ്ട, ഞാൻ ഇതൊന്നും മറുപടി പറയാം. ഞങ്ങളെ സംബന്ധിച്ചോളം വളരെ വ്യക്തമാണ്. അവിടെ കഴിഞ്ഞ 9.5 വർഷക്കാലം കേരളത്തിൽ ഭരിക്കുന്ന പിണറായി വിജയൻ സർക്കാരിനെ തലകാലിഴ കീറി അവിടെ വിചാരണ ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും. അവിടെ തീർച്ചയായിട്ടും അവിടുത്തെ രാഷ്ട്രീയത്തിലും അവിടുത്തെ വികസനത്തിന്റെ കാര്യത്തിലും അൻവർ PV അൻവറുള്ള ഒരു MLA ആയിരുന്ന ഒരാൾക്ക് അയാൾ പറയുന്ന രാഷ്ട്രീയത്തിന് തീർച്ചയായും അവിടെ ഒരു സ്ഥാനമുണ്ട്, പ്രാമുഖ്യമുണ്ട്. അത് തീർച്ചയായും ചർച്ച ചെയ്യപ്പെടും. പിന്നെ ഇവിടെ സംസാരിച്ച കാര്യം PV അൻവർ പറഞ്ഞത് നിയമപരമായ വിഷയം മാത്രമല്ല, PV അൻവർ പറഞ്ഞത് രാഷ്ട്രീയമായ വിഷയം കൂടി ഉണ്ടായിരുന്നു. PV അൻവർ രാഷ്ട്രീയപരമായ വിഷയം സുജിത് ദാസിനെയും അജിത് കുമാറിനെയും സംബന്ധിച്ച് അദ്ദേഹം ഉന്നയിച്ചപ്പോൾ, അത് കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് മുന്നാണെന്ന് വിചാരിക്കണം. അങ്ങനെ സുജിത് ദാസിനെയും അജിത് കുമാറിനെതിരെയും അദ്ദേഹം രാഷ്ട്രീയ ആരോപണം ഉന്നയിച്ചപ്പോൾ അത് ഗൗരവതരമാണെന്നും അന്വേഷിക്കപ്പെടേണ്ടതാണെന്നും പറയുന്നത് MV ഗോവിന്ദനായിരുന്നു. സഖാവ് അനിൽകുമാറിന്റെ നേതാവാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ വെളിവില്ലായ്മയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ MV ഗോവിന്ദന് വെളിവില്ലായ്മയായിട്ട് തോന്നിയില്ല എന്നുള്ളതാണ്. ഇല്ല, അല്ലെങ്കിൽ അതും മറ്റു ചർച്ചകളിൽ പോയിക്കോട്ടെ, ഞാൻ അതിൽ കിടക്കുന്നില്ല. അപ്പോൾ രാഷ്ട്രീയമായിട്ടുണ്ടാക്കിയ ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾ MV ഗോവിന്ദൻ സാക്ഷ്യപ്പെടുത്തി. LDFന്റെ കൺവീനർ പറഞ്ഞു ഗൗരവതരമാണ്, അന്വേഷിക്കപ്പെടണം എന്ന് പറഞ്ഞു. മുഖ്യമന്ത്രിക്ക് പിണറായി വിജയന് അത് ഗൗരവതരമാണെന്ന് തോന്നി, അതുകൊണ്ട് അന്വേഷണത്തിലേക്ക് വിട്ടു. ഇല്ലേ, തൃശ്ശൂർ പൂരം ഉൾപ്പെടെയുള്ള വിഷയത്തിൽ അതിനെ സംബന്ധിച്ച് പരാമർശങ്ങളുണ്ടായിരുന്നു. അജിത് കുമാർ തൃശ്ശൂർ പൂരത്തിൽ നടത്തിയ ഇടപെടലുകൾ അത് തെറ്റായിരുന്നു എന്നുള്ളത് DGP കണ്ടുപിടിച്ചില്ലേ? കൊടുത്ത റിപ്പോർട്ട് DGP അതിന് മേലെ നോട്ട് എഴുതിയല്ലോ. എന്നിട്ട് പറഞ്ഞല്ലോ വേറെ അന്വേഷണം വേണമെന്ന് പറഞ്ഞല്ലോ. അതിന്റെ ഭാഗമായിട്ടാണല്ലോ 3 ADGPമാരെ ചുമതലപ്പെടുത്തി 3 അന്വേഷണം നടത്തിയത്. 3 അന്വേഷണം എവിടെ എത്തി അജിംസെ?